ഷഫീഖ് KV ചോദിക്കുന്ന ചോദ്യം എന്നോട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. താങ്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലോ യൂത്ത് കോൺഗ്രസിലോ സജീവമായി പ്രവർത്തിക്കാതെ രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ടെസ്റ്റിലൂടെ നേരിട്ട് മത്സരിക്കാൻ സീറ്റ് കിട്ടി വിജയിച്ചു MLA ആയ ആളാണെന്നും നിങ്ങളുടെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്നും ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഗമായി ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുമുള്ള ആക്ഷേപം കേൾക്കുന്നു എന്നതാണ് മറുപടി. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്ന് തൊട്ട് KSUവിൻ്റെ യൂണിറ്റ് തല പ്രവർത്തകനായി തുടങ്ങി. യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി, യൂണിറ്റ് വൈസ് പ്രസിഡൻ്റായി, അതിനുശേഷം 2 തവണ കോളേജ് യൂണിയനിലേക്ക് മത്സരിച്ച് വിജയിച്ച്, SFIയുടെ ചെങ്കോട്ട എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കോളേജാണ്. അവിടെ 2 തവണ വിജയിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. പിന്നീട് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും അവിടെ കടന്നു ചെന്ന് യൂണിറ്റ് ഉണ്ടാക്കി. അവിടെ 2 തവണ ഇലക്ഷൻ മത്സരിച്ച് അവിടെ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച് 2 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയിട്ട് പ്രവർത്തിച്ച്, കലാശാലയുടെ എഡിറ്ററായി പ്രവർത്തിച്ച്, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രവർത്തിച്ച്, അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നടന്നപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ സഹപ്രവർത്തകരുടെ അംഗീകാരത്തോടു കൂടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം തുടക്കത്തിൽ നടത്തിയ ആ ഏർപ്പാടിൽ ഒരു ഘട്ടത്തിലും ഞാൻ പങ്കാളിയായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കിട്ടിയത്. പക്ഷെ അത് ഏതെങ്കിലും വ്യക്തികളെ ചെറിപ്പിക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തി ഓരോ സംസ്ഥാനത്തും സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് വരുന്ന ആളുകൾക്ക് പരമാവധി അതിനുശേഷം വരുന്ന നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ സീറ്റ് നൽകുക, അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു പുതിയ നേതൃനിരയെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടിയത്. കാരണം 2010 അവസാനത്തോടു കൂടിയാണ് കേരളത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. 6 മാസത്തിനുള്ളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. അപ്പോൾ ആ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്ന ആളുകൾക്ക് സീറ്റ് നൽകാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. ഓരോരുത്തരുടെയും സാഹചര്യം കൂടിയുണ്ടല്ലോ. അങ്ങനെ തൃത്താല പോലെ 20 വർഷമായിട്ട് തുടർച്ചയായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു പുതുമുഖത്തെ, ഒരു ചെറുപ്പക്കാരനെ പരീക്ഷിക്കാം എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിയെ അതിനു മുമ്പ് കുറച്ച് തവണ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ മുഖപരിചയമുണ്ട് എന്നതിനപ്പുറത്ത് മറ്റൊരു തരത്തിലുള്ള പരിചയം എനിക്കുണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ പോലും അവകാശപ്പെടുന്നില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് എൻ്റെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്നതാണ്. അത് CPMകാർ രാഷ്ട്രീയമായിട്ട് പറയുന്ന ഒരു ആരോപണമാണ്. ഞാനതിന് പലപ്പോഴും മറുപടി പറയാതെ തള്ളിക്കളയാണ് പതിവ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ തൃത്താല പോലെ ഒരു മണ്ഡലത്തിൽ 8ൽ 7 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഇപ്പോഴും CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ വിജയിച്ചു വരില്ലായിരുന്നു. ആദ്യ തവണത്തെ എൻ്റെ വിജയം ഒരു ഫ്ലൂക്കാണ്, ഒരു പെട്ടെന്നുള്ള ഒരു ഒറ്റത്തവണ പ്രതിഭാസമാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു എന്ന് വരാം. പക്ഷേ രണ്ടാമത്തെ തവണ ഞാൻ മത്സരിച്ചപ്പോൾ വിജയിച്ചത് എൻ്റെ 5 വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ്. ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ്, 10,547 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ 2ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ട് കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലല്ല, ജനങ്ങളുടെ ഇടയിലാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടപെടുന്നുണ്ട്. ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കൂടുതലായിട്ട്, വ്യത്യസ്തമായിട്ട് ഞാൻ ഇടപെടുന്നുണ്ട്. ഞാൻ നേരിട്ട് ഇടപെടുന്നുണ്ട്. മറ്റു പല ആളുകളും എനിക്ക് തോന്നുന്നു അപൂർവം ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സുഹൃത്തുക്കളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ശൈലിയാണ്. പത്രക്കുറിപ്പ് കൊടുക്കുന്ന പോലെ ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ശൈലിയാണ്. ഞാൻ അങ്ങനെയല്ല. കമൻറ്റുകൾ എഴുതാറുണ്ട്, കമൻറ്റുകൾക്ക് മറുപടി നൽകാറുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടപെടുന്നുണ്ട്. പക്ഷേ എൻ്റെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനകീയ സമരങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വിമർശനം. CPMകാരുടെ വിമർശനം തന്നെയാണ് അതും. എനിക്ക് തോന്നുന്നു എന്താണ് ജനകീയ സമരങ്ങൾ, എന്താണ് ജനപക്ഷ നിലപാടുകൾ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റിയും ഡെഫിനിഷനും ആവശ്യമാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പെരിങ്ങമല എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രദേശത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പോയി അവരെ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ 14 ജില്ലകളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ എൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, എൻ്റെ കഴിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ.
അങ്ങനെയാണ് ജനകീയ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ വിമർശനം എനിക്ക് കൗതുകകരമായിട്ട് തോന്നുകയാണ്. എനിക്കൊരു മറുചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് ജനകീയ സമരങ്ങളിൽ പങ്കെടുത്ത് ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങി ജയിൽവാസം അനുഷ്ഠിച്ച് വലിയ ത്യാഗസുരഭിതമായിട്ടുള്ള വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭ കാലഘട്ടം കടന്നു വന്ന ഒരുപാട് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ നിയമസഭയിൽ അടക്കമുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ ഇന്നലകളിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് എത്രത്തോളം പിന്നീട് അധികാര സ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ നീതി പുലർത്തി എന്നുള്ളത് കേരളത്തിന് വിലയിരുത്താൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ LDFൻ്റെയും LSFയുടെയും DYFയുടെ ഒക്കെ നേതാക്കന്മാർ സ്വാശ്രയ വിരുദ്ധ സമരങ്ങൾ എത്രയോ തവണ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിയ സമരനായകന്മാർ എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി അതിൻ്റെ കൂടി മൈലേജിലാണ് അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് കടന്നു വന്നത്. ആ നിയമസഭയിൽ ഈ സ്വാശ്രയ കോളേജുകളെ സഹായിക്കാൻ വേണ്ടി കരുണ മെഡിക്കൽ കോളേജും കണ്ണൂർ മെഡിക്കൽ കോളേജിനെയും സഹായിക്കാൻ വേണ്ടി അവർ ക്യാപിറ്റേഷൻ ഫീ വാങ്ങി എന്ന് കണ്ടെത്തിയപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് മാനേജ്മെൻറ്റുകളെ സഹായിക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ഗവൺമെൻറ് കടന്നു വന്നപ്പോൾ ആ നിയമത്തെ അനുകൂലിക്കുകയായിരുന്നു ഈ പറഞ്ഞ പഴയ സ്വാശ്രയ സമര നേതാക്കന്മാരൊക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ എതിർത്ത് നിന്നുകൊണ്ട് ദുർബലമാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു പ്രതിഷേധ ശബ്ദമുയർത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ജനകീയ പ്രശ്നങ്ങളോടുള്ള നീതിബോധം ഓരോരുത്തരും ഏതെല്ലാം രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നലകളല്ല പ്രധാനം. ആ ഇന്നലകൾ ഒരുപക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു ബിംബത്തെ, അതിൻ്റെ പ്രതിച്ഛായയെ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇന്ന് നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, ഏത് നിലപാട് സ്വീകരിക്കുന്നു, അത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സമൂഹം വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. മറ്റത് ആളുകളെ വ്യക്തിപരമായിട്ട് കൊച്ചാക്കാനും അവരുടെ ക്രെഡിബിലിറ്റി തകർക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം എന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. റിയാസ് എം മാങ്കോണം എന്നോട് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ഒരു സമയത്ത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പ്രസിഡന്റായി താങ്കൾ വരണമെന്ന് ആഗ്രഹിച്ച ഒരു യുവാവ് എന്ന നിലയിൽ ചോദിക്കട്ടെ, എന്തായിരുന്നു അതിന് തടസ്സം? സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പൊതുവേദിയിൽ അധികം സംസാരിക്കാറില്ല. സംസാരിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലോ അങ്ങനെ സംസാരിക്കുന്നത് അനിവാര്യമാണ് എന്ന് കരുതുന്ന ഘട്ടത്തിലുമാണ് പൊതുചർച്ചകൾക്കായി ഞാൻ പോകാറുള്ളത്. പക്ഷേ കൂടുതലായിട്ട് ഞാൻ അക്കാര്യത്തിൽ ഒരു ആത്മനിയന്ത്രണമാണ് പാലിച്ചു പോരാറുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം, KSUവിൻ്റെയും പ്രവർത്തകനായിട്ടാണ് തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ നോമിനേറ്റഡ് കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു ടേം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തകർ എന്നെ തിരഞ്ഞെടുത്തു. 3 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. ആ ഇടയിലാണ് തൃത്താലയിൽ മത്സരിക്കുകയും ആദ്യമായിട്ട് MLA ആയിട്ട് കടന്നു വരികയൊക്കെ ചെയ്തത്. അതിനുശേഷം 2 വർഷം കഴിയുമ്പോഴാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. അന്നത്തെ സംസ്ഥാന ഭാരവാഹികളിൽ വെച്ച് മത്സരിക്കാനുള്ള പ്രായപരിധിക്കകത്ത് നിൽക്കുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ ഞാൻ പ്രസിഡന്റ് ആവണം എന്ന് ആവശ്യപ്പെടുകയും ആ നിലയ്ക്കുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായി ഞാനും മാനസികമായിട്ട് അതിന് തയ്യാറായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിന് അനുയോജ്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ ആഗ്രഹമോ ആ ഘട്ടത്തിലുണ്ടായ ഇച്ഛാഭംഗമോ മറച്ചു വെക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും പ്രാഥമികമായിട്ട് തന്നെയുള്ള ആഗ്രഹമാണ്. ചിലർ അതൊന്നുമില്ല, ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അധികാരമോഹി അല്ല എന്നൊക്കെ പലരും പറയുമെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം ഓരോ സ്ഥാനങ്ങൾ ലഭിക്കണം, ആ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഞാനും ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് സംവിധാനങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒന്നിൻ്റെ പൂർണ്ണ വിധേയനാവണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഡിമാൻഡ്. ഞാനൊരു ഗ്രൂപ്പ് പശ്ചാത്തലം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആ പശ്ചാത്തലം ഉണ്ടാവുന്ന ഘട്ടത്തിലും ഗ്രൂപ്പിൻ്റെ പൂർണ്ണ വിധേയനായിരുന്നില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാർക്ക്, ഗ്രൂപ്പ് മാനേജർമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഒരു ഇന്നർ സർക്കിളിലുള്ള ആളായിരുന്നില്ല. വിശാലാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളെ അല്ല, ഗ്രൂപ്പിൻ്റെ പൂർണ്ണ വിധേയനായിട്ടുള്ള ഒരാളെയാണ് ആവശ്യം എന്ന് അവർ പറഞ്ഞ ഘട്ടത്തിലാണ് എൻ്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തന ശൈലിയും ഐഡൻറ്റിറ്റിയും പൂർണ്ണമായി അടിയറ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചത്.
അത് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്നുള്ളതൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അവസരങ്ങൾ അതിനു മുമ്പും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസര നഷ്ടവും ഒരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുരംഗത്ത് മുന്നോട്ട് പോകാനും മറ്റു പലർക്കും കിട്ടാത്ത അവസരങ്ങൾ കിട്ടാനുമൊക്കെ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നേക്കാൾ എത്രയോ അധികം കഴിവുള്ള നിരവധി നേതാക്കന്മാർ എൻ്റെ പാർട്ടിക്കകത്തുണ്ട്, എൻ്റെ സഹപ്രവർത്തകരായിട്ട് തന്നെയുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ചില സാഹചര്യങ്ങൾ എനിക്ക് കിട്ടിയതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും എല്ലാ അവസരങ്ങളും ഇനിയും എനിക്ക് തന്നെ വേണം എന്നുള്ള ഒരു വാശിയോ ആഗ്രഹമോ ഇല്ല. ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിലും ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ പദവികളോ അവസരങ്ങളോ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. പക്ഷേ അതിനുവേണ്ടി ഒരു പരിധിക്കപ്പുറത്തുള്ള കോംപ്രമൈസുകളോ അതിനുവേണ്ടി മാത്രമുള്ള ഉപജാപങ്ങളോ എൻ്റെ ശൈലിയല്ല, എൻ്റെ രീതിയല്ല. റോസ് ജോസ് ചോദിക്കുന്ന ചോദ്യം, കോൺഗ്രസ് ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ CPM അതിലും വലുത് ചെയ്തിട്ടില്ലേ എന്നാണ് താങ്കളുടെ എപ്പോഴത്തെയും മറുപടി. എന്ന് ഈ പഴിചാരൽ അവസാനിപ്പിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവും, എന്ന് തെറ്റുകൾ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ആർജവം കാണിക്കും, തിരുത്താൻ തയ്യാറാവും. മംഗ്ലീഷിലാണ് എഴുതിയത്, അതുകൊണ്ട് വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും എനിക്ക് റോസിനോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ നിലയിൽ കോമ്പറ്റേറ്റീവ് തന്നെയാണ്. ഏതാണോ ബെറ്റർ ആൾട്ടർനേറ്റീവ് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. അവരുടെ വിവേകത്തിനാണ് കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് CPM-നേക്കാൾ ഞങ്ങൾ ബെറ്ററാണ് എന്ന് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ പറയുക. എന്തുകൊണ്ട് ഞങ്ങളെക്കാൾ ബെറ്ററാണ് എന്നായിരിക്കും ഒരുപക്ഷെ CPM-ഉം BJP-യും ഇതര കക്ഷികളും പറയുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരും പറയുമ്പോൾ അതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നെല്ല്, ഏതാണ് പതിര് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അത് ജനങ്ങളുടേതാണ്. അവർ അത് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്നാൽ പോലും എൻ്റെ ഒരു പൊതുവിലുള്ള പ്രവർത്തനമായിട്ട് ഞാൻ വിലയിരുത്തുന്നത്, ഒരുപക്ഷെ വിമർശനമുണ്ടാവാം, ഒറ്റപ്പെട്ട മറ്റുദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവാം. പക്ഷെ പൊതുവിൽ ഞാൻ ശീലിച്ചിട്ടുള്ളതും മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പലപ്പോഴും തയ്യാറാകും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൗനം പാലിക്കും. ഒരിക്കലും എനിക്ക് മനസാക്ഷിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ന്യായീകരിക്കാൻ ഞാൻ നിൽക്കാറില്ല. ചില ഘട്ടങ്ങളിൽ അങ്ങനെ ചില മൗനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല വിമർശനങ്ങളും പാർട്ടിക്ക് അകത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസാക്ഷിക്ക് ഒരു 100% ഇല്ലെങ്കിലും ഒരു 80% കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അഭിപ്രായം പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നിവൃത്തികേട് കൊണ്ട് നിശബ്ദത പാലിക്കേണ്ടി വരും. അത് ഒരു സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ബേസിക്കലി ഇതൊരു ട്രേഡ് ഓഫ് ആണ്. ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, അതോടൊപ്പം ഇതുപോലെയുള്ള ചില പരിമിതികളുമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് പറയുന്നു, CPM-നെ ശക്തമായിട്ട് വിമർശിക്കും. കാരണം സ്വാഭാവികമായിട്ട് അതാണ് ഒരു പ്രതിപക്ഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. അതെൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു ആത്മവിമർശനത്തിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പൊതുവിൽ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പോൾ കോൺഗ്രസിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരു വിമർശന രൂപത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചാൽ ആ വിമർശനത്തിൻ്റെ സത്യസന്ധതയല്ല ആളുകൾ അംഗീകരിക്കുക. മറിച്ച് ഇതാ കോൺഗ്രസിനകത്ത് അഭിപ്രായ വൈരുദ്ധ്യം, ഇന്നയാൾ ഒരു ഭാഗത്ത്, ബൽറാമും മറ്റാളുകളും ഇന്ന മറുഭാഗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പലരും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിലടക്കം ഞാനടക്കമുള്ള ആളുകൾ ചില വിമർശനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെയും കോൺഗ്രസിനകത്തെ പടലപ്പിണക്കമായിട്ടും മറ്റു തരത്തിലുള്ള തർക്കമായിട്ടും വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിച്ചത്. ഞങ്ങൾ അതിനകത്ത് നിന്ന് കറക്റ്റ് ചെയ്യാനാണ് ചില കാര്യങ്ങൾ ശ്രമിച്ചത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും. അതിനോടുള്ള റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പരിധിക്കപ്പുറത്ത് ഞങ്ങൾ ചിന്തിക്കാനല്ല ആഗ്രഹിക്കുന്നത്.